അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാതാപിതാക്കളെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നും മര്യാദയുള്ള വാക്ക് പറയണമെന്നും എന്നൊരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കരുതെന്നും പരിശുദ്ധ ഖുർആനിലെ പരിശുദ്ധനായ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഇത്ര വാത്സല്യത്തോടെയാണ് നമ്മളുടെ ചെറുപ്രായത്തിൽ നമ്മളെ സംരക്ഷിച്ചത്. അതുപോലെ തിരിച്ച് അവരെ സംരക്ഷിക്കുവാൻ അല്ലാഹു നമുക്ക് വളരെ വലിയ ഒരു അവസരം തരുന്നുണ്ട്. വാർദ്ധക്യം എന്ന ഒരു അവസ്ഥയിൽ കൂടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ തണലേകാനായിട്ടാണ് മക്കളെ അല്ലാഹു നൽകിയിട്ടുള്ളത്. ആ മക്കൾ അവരെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് സ്വർഗത്തിൽ അവർക്കൊരു സ്ഥാനം കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ സംരക്ഷണയിലായിരിക്കുന്ന സമയത്ത് കിടപ്പിലായി കഴിയുമ്പോൾ അവരുടെ മലമൂത്ര വിസർജ്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യുന്ന സമയത്ത് എന്നൊരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കരുത്. കാരണം ഒരു മാതാപിതാക്കളും അവരുടെ മക്കളെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കില്ല ഒരിക്കലും. ഞാൻ എൻ്റെ മലമൂത്ര വിസർജനം അതൊക്കെ എൻ്റെ മക്കൾക്ക് ഒരു ബാധ്യതയാകും, അവർക്കൊരു ബുദ്ധിമുട്ടാകും എന്നറിയുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും സ്വയം വേദന തോന്നും. മനസ്സിൻ്റെ വേദന അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ആ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പറയുന്നത് എന്നൊരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കരുത്. അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് നമ്മളുടെ മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്താലേ പരിശുദ്ധനായ അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകി നമ്മളെ അനുഗ്രഹിക്കും. നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെ മാറും. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളോട് എപ്പോഴും ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി